ഇപ്പം ഞാനെപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു? അസുഖങ്ങൾ വരാതെ, ഹോസ്പിറ്റലിൽ പോവാതെ ജീവിച്ച് മനസ്സമാധാനത്തോടു കൂടി സംതൃപ്തിയോടു കൂടി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഈ 100 വയസ്സ് വരെ ജീവിക്കുന്നതിലല്ല, ആ 100 വയസ്സ് നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുള്ളിടത്തുള്ള ചോദ്യം. ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ആളുകൾ ബാർബേറിയൻസായിട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 5 യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റികൾ. ഈ അരിയും ഗോതമ്പൊക്കെ കേരളത്തിൽ നിരോധിച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾക്ക് ഓൾമോസ്റ്റ് പൂട്ടും. കാരണം എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് നമ്മൾ വയറിൽ നിന്നാണ്. പക്ഷേ മലയാളികളുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക? ഈ കമ്മ്യൂണിറ്റിയുടെ നിരന്തരമായുള്ള പ്രോഗ്രാമുകളോട് അവർക്ക് പങ്കെടുക്കാം. ഇത് 21 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, സമഗ്രം. ഈ 21 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 21 ഡേയ്സിൻ്റെ ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരാനുള്ളൊരു സമയമാണ് 21 ദിവസം. എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന പോലെ ആളുകൾക്ക് വേണ്ടത് സ്വസ്ഥതയും സമാധാനമാണ്. യെസ്, അതെ അതെ. താങ്കൾക്ക് ധൈര്യമുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ താങ്കളുടെ ശരിക്കുള്ള വയസ്സ് പറഞ്ഞു കൊടുക്കാൻ? നമ്മുടെ സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ് എന്താവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഹാഫിലാണ്. നിങ്ങൾ വയറ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്യുന്ന വലിയ നീതിയാണത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് സാധനമാണ് ആളുകളോട് പറയുന്നത്, പുസ്തകം വായിച്ച അറിവല്ല. ഹലോ എവരിവൺ, നമസ്കാരം. ബയോ ഹാക്കിംഗ്, ലോഞ്ചിവിറ്റി, മൈൻഡ് സെറ്റ് റീവയറിംഗ്, ഈ കാര്യങ്ങളൊക്കെ മലയാളികളുടെ ഇടയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോട് പോഡ്കാസ്റ്റ് ഇരിക്കുന്നത്. ഹലോ മിസ്റ്റർ നരേൻ ഗോപാൽ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനതയ്ക്ക്, അതായത് മിസ്റ്റർ നരേൻ ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ആരാന്ന് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് പിടികിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഒരു ചെറിയൊരു ഇൻട്രോ കൊടുക്കാമോ? എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏകദേശം 70കളിലാണ്. മനസ്സിലായോ? ആ 70കളിൽ സത്യം പറഞ്ഞാൽ അന്നത്തെ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ പറയും തള്ളുകയാണെന്നുള്ളത്. അന്ന് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞില്ലേ, കറണ്ട്, ഇലക്ട്രിസിറ്റി ഉള്ള ഒരു കാലം 70കളിൽ. അപ്പോൾ എത്രയിലായിരിക്കും പഠിക്കുന്നത്? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഒരു 60 വയസ്സ് വരെ ജീവിക്കുള്ളൂ. 60 വയസ്സ്, കാരണം എന്താ വെച്ചാൽ അന്നൊന്നും വെച്ചാൽ നിറമുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ല. സ്വാഭാവികമാണ് മനുഷ്യന്മാരുടെ ചിന്ത. കാരണം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അന്നുള്ളൊരു പട്ടപ്പര ടാക്കീസാണ്. ഒരു വിനോദം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിനിമയ്ക്ക് പോവുക, അത് വീട്ടിൽ നിന്നൊക്കെ വർഷത്തിൽ ഒരു സിനിമയ്ക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുക. പാലക്കാടുള്ള പട്ടാമ്പി എന്ന് പറയാം. എൻ്റെ വീട് പട്ടാമ്പിക്കടുത്ത കൊപ്പമാണ്. അന്നൊരു വെറുതെ ഒരു പട്ടപ്പര. അതുപോലെ അന്ന് 78ലാണ് ലാൻഡ് ഫോൺ വരുന്നത് ആദ്യമായിട്ട്. ഇങ്ങനെ ജീവിതത്തിൽ പറയുന്ന പോലെ ടെലിവിഷനില്ല, ബാക്കി ഒരു സൗകര്യങ്ങളില്ല, ഈവൻ മൊബൈൽ ഫോണില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം, ഒരു 60 വയസ്സ് വരെ ജീവിക്കും. ഇന്നിപ്പോൾ ഞാൻ 60-ലെത്തി നിൽക്കുകയാണ്. 60 കഴിഞ്ഞ് 61 കഴിഞ്ഞൊരു കാലം. അപ്പോൾ ഈ 61 കഴിഞ്ഞ ഒരു കാലത്തിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇനിയാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നതിലാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഉള്ള സൗകര്യങ്ങൾ, ഇപ്പം ഈവൻ AI ഒക്കെ വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള മാറ്റം, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഇനിയാണ് സത്യത്തിൽ നമ്മൾ ജീവിതം ആസ്വദിക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം, നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഹെൽത്താണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മളെ സംബന്ധിച്ചോളം എന്തുണ്ടായിട്ടും ആരോഗ്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ആരോഗ്യത്തിനെ ബേസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ താങ്കൾ കാണുന്ന എല്ലാ വ്യക്തികളും പൊതുവായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, 40 വയസ്സ് 45 വയസ്സുള്ള വ്യക്തിയായിട്ടാണ് താങ്കളെ കണക്കാക്കുന്നത്. എന്നാൽ താങ്കൾക്ക് ധൈര്യമുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ താങ്കളുടെ ശരിക്കുള്ള വയസ്സ് പറഞ്ഞു കൊടുക്കാൻ? അല്ല, അത് വയസ്സ് പറയുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. മറുപടി അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഇതെന്താ കാര്യം എന്നറിയോ, ഈ 2 തരത്തിലുള്ള ഏജ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്രൊണോളജിക്കൽ ഏജ്, അടുത്ത് നമ്മുടെ ബയോളജിക്കൽ ഏജ്. അപ്പോൾ ഈ ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വയസ്സ്. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പം നമ്മൾ പറയില്ല, മമ്മൂട്ടിയെ കണ്ടാൽ അല്ലെങ്കിൽ ചില ആളുകൾ കണ്ടാൽ നമുക്ക് പ്രായം തോന്നിക്കില്ല എന്ന് പറയും. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ബയോളജിക്കൽ ഏജ് എത്ര കണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്ര കണ്ട് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളായിരിക്കും. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഓരോ വ്യക്തിയും എന്തൊക്കെ, ഇപ്പം ഞാനെപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു? ഇപ്പോൾ പല ആളുകൾ എന്താ ചെയ്യുന്നത്, അവർ മറ്റുള്ള കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ഒക്കെ സമയം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നു? അത് ചിലവഴിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഏത് രീതിയിലും ഏത് കാലത്തും ഇപ്പോൾ എനർജറ്റിക്കായി ഹെൽത്തി ആയിട്ട് ജീവിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിന് വേണ്ട ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വയസ്സ് നിങ്ങൾ ചോദിച്ചു, എനിക്ക് 61 കഴിഞ്ഞ് 62ലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. 62ലേക്ക് 62ലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ.
പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്നും എൻ്റെ ചിന്ത ഞാൻ ഭയങ്കര ചെറുപ്പം, കാരണം ഞാൻ 25 വയസ്സിൽ ചെയ്ത അതേ ഫിറ്റ്നസ് ഇന്നും ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഫിറ്റ്നസ് എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഫ് യു ആർ ഫിറ്റ്, നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതെ. കാരണം എനിക്കത് ഇനി അസുഖം വരുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട കാലം പറഞ്ഞിരിക്കുന്നു, എനിക്കൊരു അസുഖം ഉണ്ടാവാറില്ല, ഈവൻ പനി പോലും ഉണ്ടാവാറില്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ പണ്ടൊക്കെ അമ്മളൊക്കെ പറയും, എടാ അങ്ങനെ പറയില്ല, ചിലപ്പോൾ നിനക്ക് ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം നിനക്ക് അസുഖം അത് വന്നാലും വന്നിട്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരാതെ ഹോസ്പിറ്റലിൽ പോവാതെ ജീവിച്ച് മനസ്സമാധാനത്തോടു കൂടി സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഇതാണ് ശരിയായ ജീവിതം. അപ്പോൾ ഈ 60-62 കടക്കുന്ന താങ്കളുടെ ഈ ജീവിതത്തിലെ ശരിക്കുള്ള സീക്രട്ട് അത് താങ്കളോടൊപ്പം തന്നെ അലിഞ്ഞു ചേരുവാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ താല്പര്യം? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ മാജിക്കൊന്നുമില്ല. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എന്താണ്, ഞാൻ ഇത്രയും വയസ്സ് വരെ ജീവിച്ചുവെങ്കിൽ ആ ജീവിതത്തിന് ഈ പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ പറയില്ല, മനസ്സിലായോ. എൻ്റേതായിട്ടുള്ള കുറേ എന്താ പറയുക ഇപ്പോഴും ഇഷ്യൂസും വെച്ചാൽ ഫിസിക്കൽ ഇഷ്യൂസ് ഇല്ല എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്, പക്ഷെ ഞാനതിനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ ജീവിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾക്ക് ലിവിങ് മൊമെൻറ്റ്സ് ഉണ്ടാക്കും. നിങ്ങൾ 100 വയസ്സ് വരെ ജീവിച്ചു, പക്ഷേ നിങ്ങൾ എങ്ങനെ ഈ 100 പല ആൾക്കാരും പറയും ഞാൻ അത്ര വയസ്സ് വരെ ജീവിക്കില്ലേ, 100 വയസ്സ് വരെ ജീവിക്കുന്നതിലല്ല, ആ 100 വയസ്സ് നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുള്ളിടത്തുള്ള ചോദ്യം, മനസ്സിലായോ. അപ്പോൾ ഒരു സാധാരണക്കാരൻ താങ്കളുടെ അടുത്ത് വന്ന് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം, നിങ്ങളെപ്പോലെ ആവണം, അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തായിരിക്കും കൊടുക്കാൻ സാധിക്കുക? അല്ല, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനെപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട് എല്ലാവരുടെ അടുത്തും, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, മനസ്സിലായോ. നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ പല ആളുകളും പറയും എൻ്റെ അച്ഛനെയാണ്, അമ്മയാണ്, മക്കളെയാണ്. സ്വന്തം അവനവനെ ഇഷ്ടപ്പെടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഇന്നും പല ആളുകളും ജീവിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. തീർച്ചയായിട്ടും. കാരണം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് പറയുക, കാരണം നമ്മുടെ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും അമൂർത്തമായിട്ടുള്ള സാധനമാണ് മനുഷ്യൻ്റെ സൃഷ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയൊരു സാധനമാണ്. എത്രയോ ഇൻഡസ്ട്രികൾ ചേർന്നാൽ എത്രയോ ഇൻഡസ്ട്രികൾ അതിനേക്കാൾ കോംപ്ലക്സാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യ ശരീരം ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടൊരു സാധനം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എത്ര പേര് അത് നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എത്ര പേര് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എത്ര പേര് ഒരു ദിവസം എത്ര സമയം ചിലവാക്കുന്നുണ്ട്. ഇത് നമ്മൾ പർപ്പസ്ഫുള്ളി നെഗ്ലക്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മൾ മനഃപൂർവ്വം നെഗ്ലക്റ്റ് ചെയ്യണം നമ്മളെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ജീവിക്കുന്ന നിമിഷങ്ങളുണ്ടാക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനമാണ്. ബി ഹാപ്പി മേക്ക് us ഹാപ്പി, അതായിരിക്കാം നമ്മുടെ പോളിസി. കാരണം നമ്മളൊരിക്കലും ദുഃഖം കൊണ്ട് വരുന്ന ആളുകളാവരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ ഭയങ്കര ക്ലീശായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 60 കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, ജിമ്മിൽ പോകാൻ പറ്റില്ല, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശുദ്ധ മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ വയസ്സ് കൂടുന്തോറും നിങ്ങളെ മസിൽ മാസ് കുറഞ്ഞു വരികയാണ്. ആ മസിൽ മാസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞാനിപ്പോഴും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. 2 മണിക്കൂർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ പോകുന്ന ഒരാളാണ് ജിമ്മിൽ. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചില ദിവസങ്ങളെ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോഴും പറയും ലെഗിന് കളിക്കുന്ന ദിവസം കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അത്. അപ്പോൾ പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എനർജി, നമ്മുടെ ഫിസിക് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടേറെ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയോ ഹാക്കിംഗ് അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് US-ലും അതുപോലെ വിദേശ രാജ്യത്തൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ മലയാളികളുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക? അത് എന്താ അറിയോ, എല്ലാ കോൺസെപ്റ്റ്സും വീടുന്ന് പോയുള്ളതാണ്. ഇന്ന് ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭാരതത്തിൽ നിന്ന് പോയുള്ളതാണ്. നമ്മുടെ ഭാരതമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അല്ല, ഈ ബയോ ഹാക്കിംഗ് ഞാൻ ആദ്യമായിട്ട് പഠിച്ച അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം, ബയോ ഹാക്കിങ്ങിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ രാവിലെ ഒരു കോൾഡ് ഷവറാണ്. ഇതാണ് പണ്ട് ആളുകൾ അമ്പലക്കുളത്ത് പോയി കുളിച്ചിരുന്നത്. അമ്പലക്കുളത്ത് പോയി കുളിച്ച് അമ്പലത്തിൻ്റെ ചുറ്റും ആൽത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് എന്ന് പറഞ്ഞാൽ ആലെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഏറ്റവും കൂടി ഉണ്ടാക്കുന്നത്. ആ ഒരു ദിവസം ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ വണങ്ങിയിട്ടൊരു ദിവസം തുറന്നാന്ന് പറയുന്നതാണ് ഇന്ന് പ്രൊഫഷണലായിട്ട് ബയോ ഹാക്കിങ്ങിൽ കോൾഡ് ഷവർ എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നത്.
മനസ്സിലായി. ഇങ്ങനെ ഓരോ ടെക്നോളജിയും ഇവിടുന്ന് വലിച്ചാൽ ഓരോ സാധനങ്ങളും നമ്മൾ ആൻഷ്യൻ ഇവിടുത്തെ കൾച്ചറിൽ നിന്ന് പോയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ജീവിതശൈലിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പണ്ട് എന്താ ചെയ്തിരുന്നത്, പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് റിച്ച് ഫുഡാണോ, നമ്മൾ എന്താ കഴിക്കുന്നത്, അതിൻ്റെ ആ റിച്ച്നെസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം നമ്മൾ കഴിക്കുന്നതിൻ്റെ. കാരണം നമ്മൾ എത്ര കലോറി നമുക്ക് ആവശ്യമുണ്ട്, ഈ കലോറിക്ക് അനുസൃതമായിട്ടുള്ള അതായിട്ടുള്ളൊരു, ഇപ്പം നമ്മൾ ഈവൻ ഡോക്ടേഴ്സിന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എത്ര കലോറി വേണം ഒരാൾക്കെന്ന് വെച്ചാൽ അവർ പറയും, അവർ റഫ്ലി ഒരു കണക്ക് പറയും. കൃത്യമായിട്ട് ഇതിന് കണക്കുകളുണ്ട്, എത്ര കലോറി ഒരാൾക്ക് വേണം, ആ കലോറി എത്രമാത്രം നമുക്ക് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും, അത്രമാത്രം ഇൻടേക്ക് നമുക്ക് എടുക്കാം. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന ഇതിൽ എനിക്ക് ഭയങ്കര വൈദ്യശാസ്ത്ര രംഗത്ത് എനിക്ക് ഭയങ്കര അനുഭവം ഇതൊന്നുമില്ല, ഞാനൊരു ലൈഫ് എക്സ്പീരിയൻസ് പറയണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിവതും ഈ അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനെപ്പോഴും തമാശയ്ക്ക് പറയും, ഈ അരിയും ഗോതമ്പൊക്കെ കേരളത്തിൽ നിരോധിച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾക്ക് ഓൾമോസ്റ്റ് പൂട്ടും. കാരണം എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് നമ്മുടെ വയറിൽ നിന്നാണ്. മനസ്സിലായോ? അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുമെങ്കിൽ ഏത് വയസ്സിലും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാം. മനസ്സിലായോ? ജീവിക്കാനൊരു ആസക്തി ഉണ്ടാവണം. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് അവർ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണെന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും. പക്ഷേ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ക്രമമായി താങ്കൾ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി താങ്കളെ കോൺടാക്ട് ചെയ്യുവാണ്, അദ്ദേഹത്തിന് ഇതേപോലെ ഒരു ജീവിതചര്യത്തിൽ ജീവിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കുക? അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല, സത്യത്തിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് എൻ്റെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, എപ്പോഴും സന്തോഷിക്കുന്ന, ഇപ്പോൾ അതിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലൊരു ഇതെന്ന് പറഞ്ഞാൽ അതിനൊരു ഗ്രൂപ്പുണ്ട്. ശരി പറഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കഥ പറയും കൂട്ടം തന്നെ, കഥ പറയുന്ന ആളുകൾ. ഇപ്പോൾ ആ കഥ പറയുന്ന സാധനമാണ് ഇന്ന് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇന്നിപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിലാണ് എല്ലാവരും പറയുന്നത്. ഈ സ്റ്റോറി ടെല്ലിങ് എന്തായിരുന്നു, നമ്മൾ ഭയങ്കര പ്രാധാന്യമുള്ള സാധനം. അതെന്താ സംഗതി, നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കഥയെ വളരെ കൃത്യമായിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് കഥ പറയും കൂട്ടം എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി നമ്മളെന്താ വെച്ചാൽ മാസത്തിൽ ഒരു ദിവസം കൂടും, എല്ലാവരും ഒരു കഥ പറയണം, മറ്റുള്ളവർ പറയുന്ന കഥ കേൾക്കണം. നോക്കൂ, 30 പേരിന് 30 കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. മനസ്സിലായോ? ഇതുപോലെയുള്ള കുറേ ആക്ടിവിറ്റികൾ അടങ്ങുന്നൊരു ട്രൈബാണ് ഗ്ലോ ട്രൈബ് എന്നാണ് എൻ്റെ പേര്. ഗ്ലോ ട്രൈബ് എന്നാണ് എൻ്റെ. ആ ഗ്ലോ ട്രൈബിലേക്കാണ് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോ ട്രൈബിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലിവോറ എന്ന് പറയുന്നത് 2 ദിവസം ഒരു ബയോ ഹാക്കിംഗ് പ്ലസ് ഫാഷൻ ആൻഡ് മോഡലിംഗ് സമ്മിറ്റാണ്. ലിവോറ അതെന്താ വെച്ചാൽ ഈ 2 ദിവസം സമ്മിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് റാമ്പിലൂടെ നടക്കുക എന്നുള്ളത്. ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് നടന്നിട്ടില്ല. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഫാഷൻ ആൻഡ് മോഡലിംഗ് ഈവൻറ്റിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കും എന്നുള്ളൊരു ഭയമാണ് എന്നെ സത്യത്തിൽ പിന്തിരിപ്പിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ താങ്കളെ ഈ പ്രായത്തിൽ താങ്കളെ കാണാൻ ശരിക്കും ഒരു മോഡലിൻ്റെ ലുക്കുണ്ട്. പക്ഷേ അത് താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. പക്ഷേ അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ അത് എൻ്റെ അപകർഷതാബോധമായിരിക്കാം. ശരിക്കും ഞാനിതവരെ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. കാരണം വാതിൽ മുട്ടിയാലാണ് തുറക്കുള്ളൂ. മനസ്സിലായോ? മുട്ടാനുള്ള ഒരു അവസരം എനിക്ക് തോന്നാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ആളുകൾക്ക് റാമ്പിങ് അതുപോലെ കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. ഒരു റാമ്പിൽ വരണം എന്നുള്ളത്, റാമ്പിലൂടെ നടക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ റാമ്പിലൂടെ നടക്കുമ്പോൾ ആ വ്യക്തിയാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങളൊന്ന് ആലോചിക്കൂ, ആ റാമ്പിലൂടെ നടന്നാൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ സത്യത്തിൽ പലപ്പോഴും എന്താ വെച്ചാൽ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അവർക്ക് ഉണ്ടാവുക. കാരണം അവരെത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഈവൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഈവൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം 2 ദിവസം ഈവൻറ്റാണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് വരും, അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, ഈവൻ കുറേ മെഡിറ്റേഷൻസ് വരും, അതിൽ വിഷ്വലൈസേഷൻ വരും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവരെ ഇത് റാമ്പിങ് പഠിപ്പിക്കും, എങ്ങനെ ഹൗ ടു വാക്ക് ഇൻ എ റാമ്പ്. ഇതെല്ലാം പഠിപ്പിച്ച് പിറ്റേ ദിവസം അവൻ്റെ റിയൽ ഇവൻറ്റാണ്. ആ റിയൽ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ അത് അവർ കുറേ സെലിബ്രിറ്റീസ് ഉണ്ടാവും. ആ സെലിബ്രിറ്റീസിൻ്റെ മുന്നിലൂടെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുന്നിലൂടെയാണ് അവർ നടക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അതെ ശരിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല.
ഈ കമ്മ്യൂണിറ്റിയുടെ നിരന്തരമായിട്ടുള്ള പ്രോഗ്രാമുകളോട് അവർക്ക് പങ്കെടുക്കാം. ഇത് 21 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, മനസ്സിലായോ? സമഗ്രം എന്നാണ് അതിൻ്റെ പേര്. 21 days സമഗ്രം. സമഗ്രം. ഈ 21 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 21 ഡേയ്സിൻ്റെ ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരാനുള്ളൊരു സമയമാണ് 21 ദിവസം. യെസ്. അപ്പോൾ ഈ ട്രൈബിൻ്റെ എന്ന് വെച്ചാൽ ഈ ട്രൈബിനെ വെറും ഫാഷൻ മോഡലിംഗ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് എല്ലാവർക്കും, മാനസികമായ ഇഷ്ടം പോലെ ഡിപ്രഷൻ പോലെ. ഇത് അവരൊക്കെ എങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് മോചനം നേടാം, എങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാം എന്നുള്ളതിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പ്ലസ് ഞാനൊരു ജനയായി സ്ട്രാറ്റജിസ്റ്റാണ്. ജനറേറ്റീവ് AI സ്ട്രാറ്റജി. ജനറേറ്റ് AI സ്ഥിരമായിട്ട് ആളുകൾക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കുറേ ടൂൾസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് വേണ്ട വെൽത്ത് മാനിഫെസ്റ്റേഷൻ, എന്തായാലും എല്ലാവർക്കും പൈസ വേണം, മനസ്സിലായോ? എങ്ങനെ നമുക്ക് ഹൗ ടു അറ്റൈൻ വെൽത്ത് തുടങ്ങിയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഈ 21 ഡേയ്സ് കഴിയുമ്പോൾ എൻ്റെ ഒരു ഹൈ ടിക്കറ്റ് പ്രോഗ്രാമുണ്ട് 90 ഡേയ്സിൻ്റെ. അപ്പോൾ ഈ 90 ഡേയ്സിലേക്ക് വേണ്ട ആളുകൾക്ക് വരാം. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താ വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും കാലം ജീവിച്ചതിനേക്കാൾ വ്യത്യസ്തമായി ജീവിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ പറയുന്ന ഗ്ലോ ട്രൈബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലൂടെ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ് ലിവോറ എന്ന് പറയുന്നത്. ലിവോറ, അതെന്താണ് ലിവോറ എന്നൊരു പേരിട്ടാൻ കാരണം? ലിവോറ എന്ന് പറഞ്ഞാൽ ലിവ് എന്ന് പറയുന്നതും ഓറ എന്ന് പറയുന്നത്, ഓറ മീൻസ് നമ്മളെ അതിൻ്റെ ഒരു ബ്ലെൻഡായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലിവ് എന്ന് പറഞ്ഞാൽ ലൈഫ് പ്ലസ് ഓറ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ലിവോറ എന്ന് പറയുന്നത്. താങ്കളുടെ ചിന്താഗതി വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലോഞ്ചിവിറ്റി, ബയോ ഹാക്കിംഗ് എന്നതിലുപരി അദ്ദേഹത്തിന് ഫാഷൻ രംഗത്തും അതോടൊപ്പം തന്നെ ജനറേറ്റീവ് AI, ഈ AI ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൊലാബ് ചെയ്തിട്ടാണ് ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് എത്താൻ സാധിച്ചത്? അല്ലാതെ എന്താ കാര്യം വെച്ചാൽ ഇതിൽ വരുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്ന് മാറിയ സാഹചര്യമാണ്. ഇപ്പം നോക്കൂ, പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് വീട്ടിൽ വന്നാണ് ഷവറും മുടിവെട്ടലൊക്കെ ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, വീട്ടിലാണ് അവർ വരുന്നത്. അതിനുശേഷം വെറുതെ ഷോപ്പുകൾ തുടങ്ങി. ഇന്നത്തെ കാലം ഇന്ന് സ്പാ എന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നും ഹെയറും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സെൻറ്റേഴ്സായിട്ട് വന്നു. അപ്പോൾ ടെക്നോളജി എല്ലാം കാലം മാറുകയാണ്. അപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രമല്ല, നമ്മളൊരു ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന പോലെ ആളുകൾക്ക് വേണ്ടത് സ്വസ്ഥതയും സമാധാനമാണ്. അതുപോലെ തന്നെ ആരോഗ്യമാണ്, മനസ്സിലായോ? ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററസിയിൽ ഭയങ്കര ഇതിലാണെങ്കിലും ഇന്ന് കേരളം എന്ന് പറയുന്നത് ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണ്, മനസ്സിലായോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് കേരളത്തിലാണുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഈ പണ്ട് നമ്മൾ പറയില്ലേ കണ്ണാർക്കണ്ണൻ തന്നാലാവുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഇതൊരു മെസ്സേജാണ് ആളുകൾക്ക്, ബി ഹെൽത്തി, മനസ്സിലായി? ഈ ഹെൽത്ത് എന്ന് പറയുന്നത് രണ്ട് പറഞ്ഞാൽ ഫിസിക്കൽ മെൻ്റൽ എല്ലാ ഹെൽത്തും വരും. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ സന്തോഷവും സമാധാനം സംതൃപ്തി എന്നൊക്കെ പറഞ്ഞ ഈ സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം അവർക്ക് ഇതിന് സ്വയം ഉണ്ടാക്കാൻ വേണ്ട ഒരു പ്രോസസ്സ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, നമ്മളൊരു സാധനം ചെയ്താൽ നമ്മളെ മക്കളത് ചെയ്യും, അല്ലേ? നമ്മൾ നല്ല കാര്യം ചെയ്താൽ നല്ലത് ചെയ്യും. അപ്പോൾ ഞാനിപ്പോഴും പറയും, പാരൻസ് ചില ആളുകളോട് പറയും, നിങ്ങൾ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി തുടങ്ങും. കാരണം നമ്മൾ കാണിക്കുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ പോകാൻ തുടങ്ങി അടുത്ത വീട്ടുകാരെ നോക്കിയിട്ട് പറയും, ഫൈൻ, കൊള്ളാം, എനിക്കും പോയി തുറക്കാം. നോക്കൂ, ഇത് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് ആരോഗ്യത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കാൻ നോക്കുന്നത്. എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുന്നത്? അവസാന കാലത്ത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ് എന്താവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഹാഫിലാണ്. അതെ. നിങ്ങളുടെ സെക്കൻഡ് ഹാഫ് മിസറബിൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളെ ഹെൽത്തിനെ നെഗ്ലക്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സെക്കൻഡ് ഹാഫ് വളരെ കംഫർട്ടബിൾ ആവണമെങ്കിൽ എൻ്റെ ഓഫ് ദ ഡേ ഞാനെപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആളുകളെ ആകർഷിച്ചൊരു ഇലക്ഷൻ കമ്മീഷണർ അതിന് മുമ്പ് ശേഷം ഉണ്ടായിട്ടില്ല, അത് TN ശേഷനായിരുന്നു. TN ശേഷൻ്റെ അവസാന നാളുകൾ അദ്ദേഹം ഒരു റൂമിൽ കിടക്കുക, ഭാര്യ മറ്റൊരു റൂമിൽ കിടക്കുക. സ്വന്തം ഭാര്യയെ കാണാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. ബിക്കോസ് ഒബേസിറ്റി ആയിരുന്നു, അത്രയും തടി. അപ്പോൾ ഈ ഒബേസായിട്ടുള്ള ആളുകൾ അവസാന നാളുകൾ ഭയങ്കര മിസറബിളാണ്. തീർച്ചയായും ജുൻജുൻവാലയൊക്കെ എക്സാമ്പിൾ. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാലയുടെ കാര്യം നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല എന്ന് പറയുന്നത് അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി 25,000 കോടിയാണ്, അറിയോ? 55-ാം വയസ്സിലാണ് മരിക്കുന്നത്.
അദ്ദേഹം മരിക്കുന്ന രോഗബാധിതനായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ സ്റ്റോക്സ് ആൻഡ് ഷെയർസും എൻ്റെ പ്രതീക്ഷകളൊക്കെ അപ്പുറത്ത് വളർന്ന് എനിക്ക് ഒട്ടേറെ ലാഭം തന്നു. പക്ഷേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, എന്താണ്? എൻ്റെ ഹെൽത്ത്, ആരോഗ്യം. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത്. യെസ്, ട്രൂ. ആ ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിളായിരിക്കും. അപ്പോൾ ഈ അബ്ദുൾ കലാം പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയത് ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇത് തുടങ്ങിയിരിക്കുന്ന മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. ഇതിൽ മലയാളി എന്നുള്ളതോ പാശ്ചാത്യ നാടുകളിലെ ആൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഈ പറയുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എല്ലാ നല്ല ഐഡിയോളജി പോയിട്ടുള്ള ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ആളുകൾ ബാർബേറിയൻസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 5 യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റികൾ. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ പാശ്ചാത്യരെക്കാൾ എത്ര മുന്നിലാണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് എത്ര പേർക്കുണ്ട്? നളന്ദ തക്ഷശിലയ്ക്ക് അന്ന് 17-ാം നൂറ്റാണ്ടിൽ ലോകം ബാർബേറിയൻസ് ആയിട്ട് വെച്ചാൽ നരഭോജികളായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നതാണ് 5 യൂണിവേഴ്സിറ്റികൾ. ഒന്ന് ആലോചിക്കൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാകണം എന്നുള്ളൊരു ആഗ്രഹം സത്യത്തിൽ എനിക്കുണ്ട്. കാരണം നമ്മളതിന് ഡിസേർവ് ചെയ്യും, നമ്മളെ ശരിക്കും പറഞ്ഞാൽ അർഹരാണ് അത്തരം കാര്യങ്ങൾക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇപ്പോൾ വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്ന് പറയുന്ന ആ വസുദൈവ കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടുന്നാണ് വന്നത്? ഇന്ത്യയിൽ നിന്നാണ് വന്നത്. ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ കാര്യങ്ങളില്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വേറെ ഏതെങ്കിലും രാജ്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താ? ലോകത്തിലെ എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തിലെ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുക. അത് ഈ ഗ്ലോ ട്രൈബ് എന്ന് പറയുന്നൊരു അതൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ലോകത്തിലെ എവിടെയുള്ള ആളുകൾ അതിൻ്റെ ഭാഗമാകും. ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജാണ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്താണ്. ഈ ഹെൽത്താണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലൊരു ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും ഉള്ളത്. അറിയോ? ഈ ഹോസ്പിറ്റൽ എന്നുള്ള ബന്ധം അറിയോ? ഹോട്ടൽ ഭക്ഷണം കഴിച്ചിട്ടാണ് മെജോറിറ്റി ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. കേരളത്തിൽ ഒരു ജില്ലയുണ്ട്, മനസ്സിലായോ? ഞാനത് പറയുമ്പോൾ ആ ജില്ലക്കാർക്ക് വിഷമമൊന്നും പറയാത്താണ്, മനസ്സിലായോ? ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളും ഹോട്ടലുകളും ഉള്ളത്. അപ്പം നമ്മളെന്താ വിചാരിച്ചിട്ടുള്ളത്? നമ്മളൊരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക. ഈ കഴിച്ച സാധനം നമ്മളുള്ളിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതുണ്ടാക്കുന്നതെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതിൽ സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഞാനൊരു കഥ ഓർക്കുന്നുണ്ട്. ഒരിക്കലും ഒരു രാജ്യത്ത് രാജാവ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു വൈദ്യനെ ഏൽപ്പിച്ചു. ഒരു വൈദ്യൻ വന്നു, പക്ഷെ ആരും ചെല്ലുന്നില്ല അയാളത് അസുഖമായിട്ട്. അപ്പോൾ വൈദ്യർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. വൈദ്യരിങ്ങനെ ആ ഗ്രാമത്തിലൂടെ നടക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. അപ്പോൾ ഈ വൈദ്യൻ ചോദിച്ചു, ഇത് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആഹാരത്തിനോടുള്ള ആർത്തി നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളത് അവസാനിപ്പിക്കുന്നതെന്ന്. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാന്ന് നോക്കൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയറാണ് ഭക്ഷണം കഴിക്കേണ്ടത്, മനസ്സിലായോ? നിങ്ങൾ വയറ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്യുന്ന വലിയ നീതിയാണത്. കാരണം നമ്മൾ 2/3 എനർജി ശരീരം ചിലവാക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനാണ്, മനസ്സിലായോ? പിന്നെ നമ്മളേറ്റവും എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളൊരു സാധനമുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മളെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എണീക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ രാത്രി ഫാഷനാണ് 12 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുക പോയിട്ടെന്ന് പറഞ്ഞാൽ ഫാഷനാണ്. ഇന്നത്തെ യുവതലമുറ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന ദുരന്തം അനീതി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക. അവരോട് ചെയ്യുന്ന അനീതിയാണ്, മനസ്സിലായോ? രാത്രി 9:30 മണിക്ക് ശേഷം 4:30 മണി വരെയുള്ളത് ഉറങ്ങാനുള്ള സമയമാണ്. ഈ ഉറങ്ങുമ്പോഴാണ് ശരീരം ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ
പണ്ടത്തെ ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇത്ര ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവർക്ക് ഇത്രയും രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്തുകൊണ്ടോ പുതിയ എന്ത് പ്രവണതയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ രാത്രി 12 മണിക്ക് പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രവണത എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. മനസ്സിലായി? അപ്പം നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ചില ആളുകളെ റോൾ മോഡലാക്കാവുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? കാരണം അക്ഷയ് കുമാർ ഞാനിപ്പം പറയും, ബോളിവുഡിലെ അക്ഷയ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ കാര്യം കൊണ്ടാണ്, അഭിനയം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം 9 മണി കഴിഞ്ഞാൽ ഷൂട്ട് നിർത്തും, നൈറ്റ് പാർട്ടീസിന് പോവുകയില്ല. 9 ആകുമ്പോൾ പുള്ളി ഉറങ്ങും, രാവിലെ 4 മണി കഴിയുമ്പോൾ എണീച്ച് കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ രാവിലത്തെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ 6 മണിക്ക് പുള്ളി ഷൂട്ടിന് റെഡിയാണ്. കൃത്യമായിട്ടുള്ള ചിട്ടയായി ജീവിക്കുക. അപ്പോൾ പല ആൾക്കാരും ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് യു ആർ മിസ്സിങ് ദ നൈറ്റ് പാർട്ടീസ്. പുള്ളി പറഞ്ഞു എനിക്ക് അതിനേക്കാൾ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ആരോഗ്യമാണ്. അതിനേക്കാളും വലിയ ബ്യൂട്ടി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരെണ്ണം പുള്ളി അവോയ്ഡ് ചെയ്യുമ്പോൾ പുള്ളി അതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഹീസ് 58 ആവും. ഇപ്പോൾ നോക്കൂ എന്ത് ഫിറ്റാന്ന് നോക്കൂ, എന്തിന് നല്ല രീതിയിലാണ് ഇതാക്കുന്നത്. ഇപ്പോൾ ടോം ക്രൂയിസ്, ഇപ്പോൾ ഇന്ത്യൻ ടോം ക്രൂയിസ് എന്നാണ് ഈ പറഞ്ഞ പോലെ അക്ഷയ് കുമാറിനെ പറയുന്നത്. ടോം ക്രൂയിസൊക്കെ അതിശയിപ്പിക്കുന്ന നടനല്ലേ, 62-ാം വയസ്സിലും ഈ പറയുന്ന പോലെ ഈ അവനവൻ്റെ ഈ പറയുന്ന ഒരു എന്താ പറയുക, ഈവൻ സ്റ്റണ്ട് വരെ സ്വന്തം പുള്ളി ഡ്യൂപ്പിലാണ് ചെയ്യുന്നത്. മിഷൻ ഇമ്പോസിബിൾ. അപ്പം നോക്കൂ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് റോൾ മോഡൽ ആയിക്കൂടെ എന്തായാലും? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് ഒറ്റ മെസ്സേജ് ഉള്ളൂ, എൻജോയ് യർ ലൈഫ് വിത്ത് ഫുൾ എക്സ്റ്റെൻഡഡ് ഹെൽത്ത്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അതിന് ഈ പറയുന്ന പോലെ ഒട്ടേറെ ഇൻസൈറ്റ്സ് കൊടുക്കാവുന്ന, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് സാധനമാണ് ആളുകളോട് പറയുന്നത്, പുസ്തകം വായിച്ച അറിവല്ല. മനസ്സിലായോ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞാനെല്ലാം ഇപ്പോൾ എന്തൊരു സാധനങ്ങളും ഞാൻ ആദ്യം കഴിച്ചു നോക്കും, എന്നിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആളോട് പറയൂ ഇത് കൊള്ളാമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് എൻ്റെ ഈ ട്രൈബിലൂടെ, എൻ്റെ ഇതിലൂടെ കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടേറെ ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? വ്യത്യസ്തമായി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ എന്തായാലും ഇതൊരു ഗ്ലോ ട്രൈബ് എന്ന് പറയുന്നൊരു ഒരു വലിയ കമ്മ്യൂണിറ്റി ആവുന്നുള്ള ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആളുകളെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുള്ളത്. യെസ്, ശരിയാണ്. ആരോഗ്യം ഏറ്റവും പ്രധാനമുള്ള കാരണം ആരോഗ്യം എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് ഒരു വ്യക്തി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിലൂടെ വലിയ ആൾക്കാരിലേക്ക് അതെത്തും. എന്നാൽ താങ്കളിലൂടെ ഈ പോഡ്കാസ്റ്റിലൂടെ അത് വലിയൊരു ജനതയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സ്റ്റെഫിൻ. കാരണം സ്റ്റെഫിൻ്റെ ചോദ്യങ്ങളും കാര്യങ്ങളും ഇൻറ്ററാക്ഷനും എല്ലാം, കാരണം എന്താ വെച്ചാൽ ഇത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ? യെസ്, അതെ. ആരെങ്കിലും പറയണമല്ലോ. അപ്പോൾ അതിൽ ഉണ്ടായ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. മൈ പ്ലഷർ. താങ്ക് യു.